Dear students, good morning. Our chapter is Revolutions that Influenced the World. We have studied the American War of Independence. Next, our topic is the French Revolution. The French Revolution was very important revolution in the history of the world. It brought fundamental changes not only in France but also in other parts of the world. Okay, look at the textbook. You can find some statements made by the rulers of France in 17th and 18th centuries. Louis XIV, I am the state. God has given absolute power to the king over his subjects, and only God has the authority to question him. Louis 15, after me the deluge. Marie Antoinette, if they can't eat bread, let them eat cake. എന്നാൽ ലൂയിസ് 14 പറയുന്നത്, ഞാനാണ് സ്റ്റേറ്റ്, എനിക്ക് രാജാധികാരം ദൈവദത്തമായിട്ട് ലഭിച്ചതാണ്, ദൈവത്തിന് മാത്രമാണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരമുള്ളൂ. ലൂയിസ് 15 പറയുന്നത് എന്താണ്? എനിക്ക് ശേഷം പ്രളയമാണെന്ന് പറയുന്നു. മാരി ആന്റോണിറ്റ് പറയുന്നു, അവർക്ക് ബ്രെഡ് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ, അവർക്ക് കേക്ക് കഴിച്ചാൽ പോരെ. ഈ പ്രസ്താവനയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദ റൂളേഴ്സ് ഓഫ് ഫ്രാൻസ് വേർ ഓട്ടോക്രാറ്റിക്. അന്നത്തെ ഫ്രാൻസിലെ ഭരണാധികാരികൾ സ്വേച്ഛാധിപത്യപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നവരായിരുന്നു. ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു നിലനിന്നിരുന്നത്. റൂളേഴ്സ് വേർ സ്ക്വാൻഡേഴ്സ്. ഈ ഭരണാധികാരികളെല്ലാം ധൂർത്തന്മാരായിരുന്നു. വാട്ട് വുഡ് ബി ദ പ്ലേറ്റ് ഓഫ് ദ പീപ്പിൾ അണ്ടർ ദ സച്ച് റൂൾ? അത്തരത്തിലുള്ള ഭരണത്തിൻ്റെ കീഴിൽ ജനങ്ങൾ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. ഇൻ ഫ്രാൻസ് 9/10 ഓഫ് പോപ്പുലേഷൻ ഡൈഡ് ഓഫ് ഹങ്കർ ആൻഡ് 1/10 ഓഫ് ഇൻഡൈജഷൻ. ജനസംഖ്യയിൽ 9 പേരും ഹങ്കർ കൊണ്ട്, അതായത് വിശപ്പ് കാരണം മരണപ്പെട്ടിരുന്നു, പട്ടിണി മൂലം മരണപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ 10 ഒരാൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇൻഡൈജഷൻ പ്രോബ്ലം കൊണ്ട്, ദഹനക്കേട് എന്ന് പറയാം, ആ പ്രശ്നങ്ങൾ കൊണ്ട് മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദീസ് ദാറ്റ്, ഇതിൽ നമുക്ക് വ്യക്തമാണ് അല്ലേ, ഫ്രം ദ മെജോറിറ്റി ഇൻ ഫ്രാൻസ് ലിവിങ് മിസറി, എ മൈനോറിറ്റി ഇൻക്ലൂഡിംഗ് ദ റൂളേഴ്സ് ലെഡ് എ ലൈഫ് ലക്ഷറിയസ് ആൻഡ് എക്സ്ട്രാവെജൻസ്. ഫ്രാൻസിലെ ഭൂരിപക്ഷം ആളുകളും ജീവിച്ചിരുന്നത് ദാരിദ്ര്യത്തിലും പ്രശ്നത്തിലുമായിരുന്നു. റൂളേഴ്സ് ഉൾപ്പെടുന്ന ഒരു മൈനോറിറ്റി വിഭാഗം, വളരെ കുറച്ച് വിഭാഗം മാത്രമാണ് ആർഭാടകരമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്നത്. എ മൈനോറിറ്റി ഇൻക്ലൂഡിംഗ് ദ റൂളേഴ്സ് ലെഡ് എ ലൈഫ് ഓഫ് ലക്ഷറി ആൻഡ് എക്സ്ട്രാവെജൻസ്. ദിസ് സിറ്റുവേഷൻ, ഈ സാഹചര്യം, ആസ് എ റിസൾട്ട് ഓഫ് സോഷ്യോ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ്. From these ideas, we can understand one thing: social and economic inequalities had existed in France. The French society was divided into 3 strata, and they were known as estates. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആശയമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. The French society was divided into 3 strata. എസ്റ്റേറ്റ്സ്, 3 വിഭാഗമായിട്ട് ഫ്രഞ്ച് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിരുന്നു. അവ വിളിക്കുന്ന പേരാണ് എന്ത്? എസ്റ്റേറ്റ്സ്. വി ക്യാൻ ഫൈൻഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഫ്രഞ്ച് സൊസൈറ്റി. ഈ ഫ്രഞ്ച് സൊസൈറ്റിയുടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എസ്റ്റേറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എങ്ങനെയാണ് വർഗീകരിച്ചിട്ടുള്ളത്? ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് ക്ലർജിയാണ്, സെക്കൻഡ് എസ്റ്റേറ്റിൽ നൊബിലിറ്റിയാണ്, തേർഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് മറ്റു വിഭാഗങ്ങളാണ്, മിഡിൽ ക്ലാസ്സസ് ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, ബാങ്കേഴ്സ്, ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. അപ്പോൾ സാധാരണക്കാരായ വിഭാഗങ്ങൾ ഒക്കെ ഉൾപ്പെടുന്നത് തേർഡ് എസ്റ്റേറ്റിലായിരുന്നു. ആദ്യത്തെ നോക്കൂ, ഫസ്റ്റ് എസ്റ്റേറ്റിൽ ക്ലർജിയാണ് ഉൾപ്പെടുന്നത്. പുരോഹിതന്മാർ.
അവർക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ടായിരുന്നു? ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, വിശാലമായ ലാൻഡ് അവർക്കുണ്ടായിരുന്നു. കളക്റ്റഡ് ദ ടാക്സ് കോൾഡ് തീത്തെ ഫ്രം ദ ഫാമേഴ്സ്, ഫാമേഴ്സിൽ നിന്ന് തീത്തെ എന്ന് വിളിക്കുന്ന ഒരു ടാക്സ് അവർ ശേഖരിച്ചിരുന്നു. ഇവരെല്ലാവരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുകയും ഇവർക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എക്സെപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, എല്ലാ ടാക്സുകളിൽ നിന്നും ഒഴിവാക്കി. കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസ്, മിലിറ്ററിയിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിലൊക്കെ ഉയർന്ന സ്ഥാനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഹയർ പൊസിഷനാണ് അവർക്കുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ക്ലെർജിയാണ്. അവർക്ക് വിശാലമായ ലാൻഡ് ഉണ്ടായിരുന്നു. അവർ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സിൻ്റെ പേരാണ് തീത്തെ. അവർക്ക് എല്ലാ ടാക്സിൽ നിന്ന് അവർ ഒഴിവാക്കിയിരുന്നു. അവർ ദേ എൻജോയ്ഡ് ഹയർ പൊസിഷൻസ് ഇൻ ദ സൊസൈറ്റി. സെക്കൻഡ് എസ്റ്റേറ്റിലെ നൊബിലിറ്റിയാണ്, ഭൂപ്രഭുക്കന്മാരാണ്. അവരും താഴെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ ഒരുപാട് പൊസിഷൻസ് എൻജോയ് ചെയ്തിരുന്നു. എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസസ്, മിലിറ്ററി സർവീസിൽ അവർ ഏർപ്പെട്ടു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ദ ഫാമേഴ്സ്, ഫാമേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടാക്സസ് കളക്ട് ചെയ്തു. മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജ്, കൂലി കൂടാതെ, അതായത് പ്രതിഫലം കൊടുക്കാതെ കർഷകരെ ജോലി ചെയ്യിപ്പിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സെപ്റ്റഡ് ഫ്രം ടാക്സസ്, ടാക്സുകളിൽ നിന്ന് ഒഴിവാക്കി. ലെഡ് ലക്ഷറിയസ് ലൈഫ്, ആർഭാടകരമായിട്ടുള്ള ജീവിതം നയിച്ചു. ഹെൽ വാസ്റ്റ് ലാൻഡ്, അവർക്ക് വിശാലമായിട്ടുള്ള ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും ഉള്ള ആളുകൾ വളരെയധികം ആനുകൂല്യങ്ങൾ അനുഭവിക്കുകയുണ്ടായി. ഓക്കെ, ഇനി തേർഡ് എസ്റ്റേറ്റിനെ പ്രത്യേകം പരിശോധിക്കാം. തേർഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന മറ്റു വിഭാഗങ്ങളാണ് മിഡിൽ ക്ലാസ്. ഈ തേർഡ് എസ്റ്റേറ്റിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ആദ്യ വിഭാഗം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്, ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, ബാങ്കേഴ്സ്, ഇവർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗമായിരുന്നു ഫാമേഴ്സും ക്രാഫ്റ്റ്സ്മെനും. നോ റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, അവർക്ക് അഡ്മിനിസ്ട്രേഷനിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. പെയ്ഡ് ലാൻഡ് ടാക്സ്, നെയ്മലി തൈലെ, ടു ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിലേക്ക് തൈലെ എന്ന് പറയുന്ന ഒരു ടാക്സ് അവർ അടക്കേണ്ടതായിട്ട് വന്നു. ലോ സോഷ്യൽ സ്റ്റാറ്റസ്, അവർക്ക് വളരെ താഴ്ന്ന സാമൂഹികമായിട്ടുള്ള സ്ഥാനമായിരുന്നു ലഭിച്ചിരുന്നത്. പേ ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്, ടാക്സസ് ക്ലർജി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് എസ്റ്റേറ്റിനെയും സെക്കൻഡ് എസ്റ്റേറ്റിനും ആവശ്യമായിട്ടുള്ള ടാക്സ് അവർ അടക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ അനുഭവിച്ചത് ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റിലാണ്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി, തേർഡ് എസ്റ്റേറ്റിലെ ദ മിഡിൽ ക്ലാസ് ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, ഫാമേഴ്സും ക്രാഫ്റ്റ്സ്മെനും ഉൾപ്പെടും. അപ്പോൾ ഈ ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഡിവിഷൻ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി നോക്കൂ, എല്ലാ റെവല്യൂഷൻസ് പഠിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങളെ ഇൻസ്പിറേഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ള തിങ്കേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചപ്പോൾ ജോൺ ലോക്കിനെ കുറിച്ചും തോമസ് പെയിനിനെ കുറിച്ചും സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഫ്രഞ്ച് സൊസൈറ്റിയിലും അത്തരത്തിലുള്ള തിങ്കേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് നമ്മളിനി നെക്സ്റ്റ് ആയിട്ട് പരിശോധിക്കുന്നത്. ഐഡിയോളജീസ് ഇൻസ്പയർ various thinkers and streams of thought in France played an important role in making the people aware of inequalities and exploitation. ഫ്രഞ്ച് സൊസൈറ്റിയിലെ ജനങ്ങൾ നാം നേരത്തെ സൂചിപ്പിച്ചു വലിയ തരത്തിലുള്ള ഇന്നിക്വാലിറ്റീസിനും എക്സ്പ്ലോയിറ്റേഷനും ഇരയായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങളെ അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ചില തിങ്കേഴ്സ് പരിശ്രമിക്കുകയുണ്ടായി. ആരൊക്കെയാണത് നമുക്ക് പരിശോധിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സ്: വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ. These were important thinkers, inspired the people. Okay, Voltaire ridiculed the exploitation of clergy. ക്ലർജി നമ്മളെ എക്സ്പ്ലോയിറ്റേഷൻ ആണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ക്ലർജിയുടെ എക്സ്പ്ലോയിറ്റേഷനെ ശക്തമായിട്ട് എതിർത്തു. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊമോട്ടർ റേഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഈക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം. ജനങ്ങളുടെ ഈക്വാലിറ്റി ആയിട്ട്
ഒരു സൊസൈറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളത്. റേഷണൽ തിങ്കിങ്ങിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. പരസ്പരം മാനവികമായ ബോധം നമുക്ക് വേണം എന്നതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഇനി റൂസോ ആണ്. റൂസോ spelled out the importance of freedom with statement, man is born free but everywhere he is in chains. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വേൾഡ് ഫേമസ് ആയിട്ടുള്ള കോട്ടിംഗ് ആണത്. മനുഷ്യൻ സ്വതന്ത്രമായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും അവൻ ചങ്ങലയിലാണ്. അത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡമാണ്. ഈക്വാലിറ്റിയുള്ള സാഹചര്യം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവണം. എല്ലാവരും തുല്യരായിട്ട് പരിഗണിക്കപ്പെടണം. ഡിക്ലെയർ ദാറ്റ് ദ പീപ്പിൾ ആർ ദ സോവറിൻ. ജനങ്ങളാണ് പരമാധികാരം എന്നാണ് റൂസോ പറയുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന റൂളേഴ്സ് അധികാരത്തിൽ വരണം. മോണ്ടെസ്ക്യൂ ഉണ്ട്. എൻകറേജ് ഡെമോക്രസി ആൻഡ് ദ റിപ്പബ്ലിക്കും അതുപോലെ ഡെമോക്രസിയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതേ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് ലെജിസ്ലേച്ചർ, ലോ മേക്കിംഗ് ബോഡി ആയിട്ട് വേണം. രണ്ടാമത് എക്സിക്യൂട്ടീവ് വേണം, ലോസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊരു വിഭാഗം. ഇന്ന് നമ്മുടെ ഡെമോക്രസിയിലൊക്കെ ഉള്ളതുപോലെ. പിന്നെ ജുഡീഷ്യറി വേണം, ഇൻ്റർപ്രറ്റ് ലോസ്, നിയമങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി കോർട്ട്സ് ആവശ്യമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ അവർ ഫേമസ് ആയിട്ടുള്ള തിങ്കേഴ്സ് ആയിരുന്നു. ഇത് നാം കൃത്യമായി മനസ്സിലാക്കാം. ഇനി നോക്കൂ, ദ തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ദ ലീഡ്. അല്ലേ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ദ ലക്ഷറിയസ് ലൈഫ് ആൻഡ് സ്ക്വൻഡർ ഓഫ് ദ ബോർബൺ കിങ്സ്, ക്ലർജി ആൻഡ് ലോർഡ്സ്, ദ ഫ്രീക്വന്റ് വാർസ് ദ വേജഡ് അലോങ് വിത്ത് ദ ഫ്രീക്വന്റ് സ്പെൽസ് ഓഫ് drought and crop failure brought France into the bank of bankruptcy. ബോർബൺ കിങ്സിൻ്റെ ധൂർത്തും അതുപോലെ തന്നെ അവരുടെ ലക്ഷറിയസ് ലൈഫുമല്ല, അതുപോലെ തന്നെ ക്ലർജിയുടെയും ലോർഡ്സിൻ്റെയും ലക്ഷറിയസ് ലൈഫ്, തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങൾ, വരൾച്ചയും ക്രോപ്പ് ഫെയിലിയർ പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഫ്രാൻസിനെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയിലേക്ക് നയിച്ചു. ദ ഫേസ്ഡ് എക്കണോമിക് ക്രൈസിസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, റൂളേഴ്സ് ഒരു ലക്ഷറിയസ് ലൈഫാണ് നയിച്ചിരുന്നത്. മാത്രമല്ല തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങളുണ്ടായി, വരൾച്ചയുണ്ടായി, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള. അതിനൊക്കെ ഫലമായിട്ട് വലിയ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുകയുണ്ടായി. ഫിനാൻഷ്യൽ മിലിറ്ററി അസിസ്റ്റൻസ് ഗിവൻ ടു അമേരിക്കൻ കോളനീസ് ഇൻ ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൾസോ അഗ്രവേറ്റഡ് ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇൻ ഫ്രാൻസ്. ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്ന സമയത്ത് അമേരിക്കക്ക് ചില സഹായങ്ങൾ ഫ്രാൻസ് നൽകിയിരുന്നു. വലിയ എക്കണോമിക് ആയിട്ടുള്ള സഹായം, മിലിറ്ററി ആയിട്ടുള്ള ഹെൽപ്പ്. സ്വാഭാവികമായിട്ടും പിന്നീട് ഈ നൽകിയ സഹായം നൽകിയത് കൊണ്ട് തന്നെ ഇത് പിന്നീട് ഫ്രാൻസിൽ വലിയൊരു എക്കണോമിക് ക്രൈസിസിന് കാരണമായി. അപ്പോൾ ഗവൺമെൻറ്റിന് മുന്നിലുള്ള, അതായത് റൂളേഴ്സിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ടാക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. To levy new taxes upon commoners, Louis XVI summoned the States General, the Legislative Assembly of the Representatives from all the 3 states in 1789. ഈ 1789 ലൂയിസ് 16 3 എസ്റ്റേറ്റ്സിലെയും, അതായത് ഫസ്റ്റ് സെക്കൻഡ് 3 എസ്റ്റേറ്റിലെയും റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ചുകൊണ്ട് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇത് കാര്യങ്ങളെ കുറിച്ച് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ്, അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അതിൽ എല്ലാ 3 എസ്റ്റേറ്റ്സിലെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. അവർ ഡിസ്കസ് ചെയ്യുകയാണ് എന്താണ് ചെയ്യേണ്ടത്. പക്ഷേ ലൂയിസ് 16 ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് എന്നുള്ളതാണ് അവിടെ പ്രശ്നം. നോക്കൂ, സിമിലർ ടു ദ ഫ്രഞ്ച് സൊസൈറ്റി, ദ സ്റ്റേറ്റ്സ് ജനറൽ ആൾസോ ഹാഡ് 3 estates. ഈ സ്റ്റേറ്റ്സ് ജനറൽ എന്ന് പറയുന്നതിൽ 3 എസ്റ്റേറ്റ്സുകൾ ഉണ്ടായിരുന്നു, മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അവിടെ നമുക്കറിയാം, ഏതൊരു തീരുമാനം എടുക്കുന്നത് മെജോറിറ്റി നോക്കിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് തീരുമാനമായിട്ട് വരുന്നത്. അപ്പോൾ ട്രഡീഷണലി, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു?
Traditionally, each estate would vote as a group had one vote. ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന രീതിയിലായിരുന്നു അവർ വോട്ടവകാശം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, സെക്കൻഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, തേർഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, അങ്ങനെ ആ 3 വോട്ട്. ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ്? ഫസ്റ്റും എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും ഒരേ ഗ്രൂപ്പിൽ പെടുന്നവരായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് തീർച്ചയായിട്ടും പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നത്. അതിനാണ് പറയുന്നത്, as a result, the nobility and the clergy could always overrule the third estate. അപ്പോൾ തേർഡ് എസ്റ്റേറ്റിനേക്കാൾ മുന്നിൽ എന്തായാലും അവരെത്തുമല്ലോ, ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് ഉള്ളതുകൊണ്ട്, അവർ ഒരുമിച്ചായതുകൊണ്ട്. The first 2 estates argued for a state-wide single voting system, while third estate demanded individual votes for each member of all 3 estates. ഫസ്റ്റ് 2 estates എപ്പോഴും ആവശ്യപ്പെടുന്നത് സിംഗിൾ വൈസ് വോട്ടിംഗ് സിസ്റ്റമാണ്, അതായത് ഒരു എസ്റ്റേറ്റിൽ ഒരു വോട്ട് എന്ന രീതിയിൽ. പക്ഷേ തേർഡ് എസ്റ്റേറ്റിലാണ് എന്താണ് ആവശ്യപ്പെടുന്നത്? അവരാവശ്യപ്പെടുന്നത് ഇൻഡിവിജ്വൽ വോട്ട് വേണം ഫോർ ഈച്ച് മെമ്പർ ഓഫ് ഓൾ ദ 3 estates. 3 എസ്റ്റേറ്റിലെയും ഓരോ മെമ്പേഴ്സിനെയും വോട്ടവകാശം വേണമെന്നാണ് തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്തത്. അല്ല, കാരണം നിങ്ങൾക്കറിയാം, തേർഡ് എസ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ അതാണ് നല്ലത് എന്നുള്ളതാണ് തേർഡ് എസ്റ്റേറ്റിൻ്റെ വാദം. സ്വാഭാവികമായിട്ട് ആരും അംഗീകരിക്കില്ല, ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് അംഗീകരിക്കില്ല. ഇനി നോക്കൂ, നിങ്ങളവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് എസ്റ്റേറ്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അവിടെ കാണി. ലുക്ക് ദ ടേബിൾ നോക്കൂ. ഫസ്റ്റ് എസ്റ്റേറ്റിൽ 285, സെക്കൻഡ് എസ്റ്റേറ്റ് 308, തേർഡ് എസ്റ്റേറ്റിൽ 621. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻഡിവിജ്വൽ വോട്ടിംഗ് സിസ്റ്റം ആണെങ്കിൽ തേർഡ് എസ്റ്റേറ്റിനായിരിക്കും മെജോറിറ്റി ലഭിക്കുക. പക്ഷേ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും അത് അംഗീകരിക്കില്ല. അവർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സിംഗിൾ വോട്ടിംഗ് സിസ്റ്റത്തെ ആയിരിക്കും അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് സ്റ്റേറ്റ് വൈസ് വോട്ടിംഗ് സിസ്റ്റത്തെ ആയിരിക്കും അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. While the arguments went on, അങ്ങനെ വാദങ്ങൾ വളരെ തർക്കങ്ങളായി മാറി. അവസാനം പ്രതിഷേധിച്ചുകൊണ്ട് the members of the third estate declared themselves as a national assembly of France. അങ്ങനെ അവർ സ്വയം പ്രഖ്യാപിച്ചു, തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് സ്വയം പ്രഖ്യാപിച്ചു, ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് ഞങ്ങളാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. ദി അസംബിൾ ഇൻ ദ ടെന്നീസ് കോർട്ട് നിയർ ബൈ, തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂടി അവർ swore not to leave until they had framed constitution of France. ഫ്രാൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാതെ വിട്ടുപോകില്ല എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ദിസ് ഇവൻറ്റ്, ഈ സംഭവം ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെന്നീസ് കോർട്ട് ഓത്ത്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് നാഷണൽ അസംബ്ലി ഞങ്ങളാണെന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുകയും തേർഡ് എസ്റ്റേറ്റ് പ്രഖ്യാപിക്കുകയും അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂടുകയും പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രാൻസിനെ ഫ്രെയിം ചെയ്യാതെ ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോകില്ലെന്ന് അവരെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രാൻസിൽ ഫ്രെയിം ചെയ്യാതെ വിട്ടുപോകില്ല എന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ഇതാണ് ടെന്നീസ് കോർട്ട് ഓത്ത്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് ഈ സംഭവത്തെ അറിയപ്പെടുന്നത്. We will discuss other important ideas related to French Revolution in next class. Okay, thank you. Dear students, welcome to history class. Our chapter is revolutions that influenced the world. Our topic is French Revolution. We have started this topic in previous class. Do you remember the divisions of the French society? We can divide the French society into 3 strata. They are known as estates. First estate, second estate, third estate. We have studied the features of each estates. After that, we have discussed the role of thinkers. Rousseau, Voltaire, Montesquieu. We have discussed the economic conditions of the France. Very important incident, tennis court oath. Next, we are going to discuss the important events of French Revolution.
ഈ 1789 ഈ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വർഷമാണ് 1789. 14 July 1789 revolutionaries stormed with the slogan "Liberty, Equality and Fraternity" demolished the Bastille prison, the symbol of Bourbon monarchy. This event is considered as commencement of the French Revolution. 1789 ജൂലൈ 14 എന്ത് സംഭവിച്ചു അറിയോ? ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഇതായിരുന്നു ഒരു സ്ലോഗൻ കേട്ടോ. നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിച്ചല്ലോ, നോ ടാക്സേഷൻ വിത്ത് റെപ്രസെൻറ്റേഷൻ. അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ലോഗൻ ആയിരുന്നു ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ റവല്യൂഷണറീസ് ബൂർബൻ കിങ്സിൻ്റെ ഒക്കെ ഒരു പ്രതീകമായി പരിഗണിച്ചിരുന്ന ബാസ്റ്റൈൽ പ്രിസൺ തകർക്കുകയുണ്ടായി. ഈ സംഭവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ തുടക്കമായിട്ട് പരിഗണിക്കുന്നത്. അതായത് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ റവല്യൂഷണറീസ് ബാസ്റ്റൈൽ പ്രിസൺ, അതായത് അവിടുത്തെ ബോർബൻ രാജാക്കന്മാരുടെയൊക്കെ കേന്ദ്രമാണ് ബാസ്റ്റൈൽ പ്രിസൺ, അത് തകർക്കുകയുണ്ടായി. ഇതാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ തുടക്കമായിട്ട് പരിഗണിക്കുന്നത്. പിന്നെ നോക്കൂ, ഓഗസ്റ്റ് 12, 1789 the National Assembly passed the Declaration of Rights of Man and of the Citizen. ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം പാസ്സാക്കിയുണ്ടായി നാഷണൽ അസംബ്ലി. എന്താണ് അതിൽ പ്രഖ്യാപിച്ചത്? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ. നാഷണൽ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുകയുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റാണ്. പിന്നെ ഒക്ടോബർ 1789 എന്ത് സംഭവിച്ചു? thousands of women marched from Paris to the palace of Versailles with the slogan "Give us bread." Okay, പാരീസ് സിറ്റിയിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന് മുദ്രാവാക്യവുമായി വേഴ്സായി പാലസിലേക്ക് ഒരു പ്രകടനം നടത്തി. thousands of women marched from Paris to the palace of Versailles with the slogan "Give us bread." Give us bread എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം തരൂ എന്നുള്ളതാണ് കേട്ടോ. Give us food. പിന്നെ സെപ്റ്റംബർ 1792 ഒരു സംഭവിച്ചു. എന്താണ്? ദ നാഷണൽ കൺവെൻഷൻ ഫോർമഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. പുതിയതായിട്ട് രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി നമുക്കൊരു ഒരു കൊളവ് കൊടുത്തിട്ടുണ്ട് അല്ലേ, റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. In July 1793, a committee of public safety was constituted to control internal affairs of France. 1793 ജൂലൈയിൽ ഫ്രാൻസിലെ ഇൻറ്റേർണൽ അഫയേഴ്സ് ഒക്കെ നിയന്ത്രിക്കുന്നതിനായി പ്രത്യേകിച്ചൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി, കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. ഓക്കെ, റോബെസ്പിയർ ലെഡ് ദ കമ്മിറ്റി ഇൻ വിച്ച് ലീഡേഴ്സ് ലൈക്ക് മിറാബോ, ടാൻറ്റൻ എക്സെട്ര വർ മെമ്പേഴ്സ്. ആരുടെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചത് ഈ കമ്മിറ്റി? റോബിസ്പിയറുടെ നേതൃത്വത്തിലാണ്. മിറാബോ, അതുപോലെ തന്നെ ടാൻറ്റൻ തുടങ്ങിയവരൊക്കെ അതിൽ മെമ്പേഴ്സായിരുന്നു. യൂസിങ് ഗില്ലറ്റിൻ they did mass executions of suspected enemies of the revolution. അതായത് അവർക്ക് ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നിഷ്കരണം വധിക്കുകയുണ്ടായി. അതിന് ഫലമായി എ ലോട്ട് ഓഫ് നോബിൾസ് ആൻഡ് ക്ലർജി ഇൻക്ലൂഡിംഗ് ലൂയിസ് 16 ആൻഡ് ഹിസ് വൈഫ് മാരീൻ ആൻറ്റോണിറ്റോ വർ കിൽഡ്. നിരവധി പ്രഭുക്കന്മാരും അതേപോലെ തന്നെ പുരോഹിതന്മാരും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നോബിൾസും ക്ലർജിയും ഒക്കെ ഇതിനിരയായി. അവിടുത്തെ ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് 16 അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻറ്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അറ്റ് ലാസ്റ്റ് റോബെസ്പിയർ വാസ് ഓൾസോ എക്സിക്യൂട്ടഡ്. ദ റെയിൻ ലാസ്റ്റ് അഞ്ചിൽ ജൂലൈ 1794 ആൻഡ് ഈസ് നോൺ ആസ് റെയിൻ ഓഫ് ടെറർ. അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടു നിന്ന ഈ റോബെസ്പിയർ നേതൃത്വത്തിലുള്ള ഈ ഭരണം
ഭീകരവാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. റെയിൻ ഓഫ് ടെറർ എന്നാണ് അറിയപ്പെടുന്നത്. റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത് അത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമൊന്നുമല്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക, ഒരു ഇൻസിഡൻറ്റ് എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഏരിയാസൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ ഓർക്കേണ്ടത്. ഇനിയാണ് ഇതിൽ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഹെഡിങ് എന്താ കൊടുത്തിരിക്കുന്നത്? ഫ്രം ഫ്രാൻസ് ടു അതർ നേഷൻസ്. ഫ്രാൻസിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക്. ഈ ഫ്രഞ്ച് റവല്യൂഷന് വലിയ തരത്തിലുള്ള ഇൻഫ്ലുവൻസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ അതിൻ്റെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യുകയുണ്ടായി, ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്, ഫ്രം ഫ്രാൻസ് ടു അതർ നേഷൻസ്. അവിടെ നോക്കൊരു റിമാർക്ക് ഉണ്ട്. മെറ്റേണിച്ച്, ദ ഓസ്ട്രിയൻ ചാൻസലർ ഓൺ ദ ഇമ്പാക്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ ഇമ്പാക്റ്റിനെ കുറിച്ച് ഓസ്ട്രിയൻ ചാൻസലറായിട്ടുള്ള മെറ്റേണിച്ച് പറഞ്ഞൊരു അഭിപ്രായമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വെൻ ഫ്രാൻസ് നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. അതായത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കണത്? കാരണം അത്രമാത്രം ഫ്രാൻസിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട ഒരു സെൻറ്ററായിട്ട് ഫ്രാൻസ് മാറുകയുണ്ടായി. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ചാർട്ട് പരിശോധിക്കൂ, നോക്കൂ. ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. എന്തെല്ലാമാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ പരിശോധിക്കണം. ഓരോ പോയിന്റും ശ്രദ്ധിച്ച് പഠിക്കേട്ടോ. ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ പിന്നീട് വന്നിട്ടുള്ള റവല്യൂഷൻസിനൊക്കെ പ്രചോദനം നൽകിയുണ്ടായി. സെക്കൻഡ് പോയിന്റ്, എൻറ്റഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രെറ്റൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. യൂറോപ്പിൽ നിലനിന്നിരുന്ന ഈ ഫ്യൂഡൽ വ്യവസ്ഥയും അതിന് അന്ത്യം കുറിക്കുകയും മാത്രമല്ല ഇത്തരത്തിലുള്ള ഓട്ടോക്രാറ്റിക് ഭരണകൂടത്തിന് അത് ഭീഷണിയാവുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ പിന്നീട് പല യൂറോപ്യൻ രാജ്യങ്ങളും ഓട്ടോക്രാറ്റിക് റൂള് മുന്നോട്ട് കൊണ്ടുപോകാൻ പല രാജാക്കന്മാരും ഭയപ്പെട്ടു. കാരണം ഫ്രഞ്ചിലെ പോലെയുള്ള റെവല്യൂഷൻസ് ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടു. അപ്പോൾ എൻറ്റർ ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രെറ്റൻ ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. മറ്റൊരു തേർഡ് പോയിന്റ് നമുക്ക് പറയുന്നത് സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഈക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രെറ്റേണിറ്റി. അല്ലേ, ഈക്വാലിറ്റിയുടെയും ലിബർട്ടിയുടെയും ഫ്രെറ്റേണിറ്റിയുടെയും ഒക്കെ ആശയങ്ങൾ ലോകത്താകെ വ്യാപിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കേട്ടോ. അതുപോലെ തന്നെ ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്. ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ വളർച്ചയിലേക്ക് അത് സഹായിച്ചിട്ടുണ്ട്, അത് നയിച്ചിട്ടുണ്ട്. കാരണം എഡ്യൂക്കേഷൻ ആവശ്യമാണ്, എങ്കിലേ നമ്മുടെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കി. അപ്പോൾ ഒരു പുതിയ തരത്തിലുള്ളൊരു മിഡിൽ ക്ലാസ് അവിടെ എമർജ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ലേഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. നാഷണലിസത്തിൻ്റെ വളർച്ചയിലേക്കും അത് നയിച്ചിട്ടുണ്ട്. ദേശീയമായിട്ടുള്ളൊരു ബോധം, നമ്മളൊന്നാണ്, ഒരുമിച്ച് നിൽക്കേണ്ടതാണ്, നമ്മളൊരു രാജ്യത്തിലെ ആളുകളാണെന്നൊക്കെയുള്ളൊരു ദേശീയമായ ബോധം, ഇതുപോലെയുള്ള നാഷണൽ ഫീലിംഗ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾക്കുമൊക്കെ ഉണ്ടായി. അത് വലിയൊരു ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു നേട്ടമായിരുന്നു. കോൺട്രിബ്യൂട്ടഡ് ദ കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവേനിറ്റി. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ജനങ്ങളാണ് പ്രധാനപ്പെട്ടത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഭരണാധികാരികൾ നിലകൊള്ളേണ്ടത് തുടങ്ങിയ ആശയങ്ങൾ അവിടെ പ്രചരിപ്പിക്കപ്പെട്ടു. പ്രൊക്ലെയിം ദ നേഷൻസ് ഇസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദ പീപ്പിൾ. രാജ്യമെന്നാൽ ഒരു പ്രദേശം മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ജനങ്ങൾക്കാവശ്യമാകുന്ന വിധത്തിൽ ആളുള്ള ഭരണമാണ് അവിടുത്തെ ഭരണാധികാരികൾ നടത്തേണ്ടത് എന്ന ഒരാശയം അവിടെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അപ്പോൾ ഓരോ പോയിൻറ്റും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്, entered the feudal system in Europe and threatened the autocratic rulers, proclaimed that nation is not merely a region but the people, contributed the concept of people's sovereignty, led to the emergence of nationalism, helped the growth of the middle class, spread the ideas of equality, liberty and fraternity.
ഇനി വളരെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇന്ത്യ. The French Revolution influenced Tipu Sultan and the ruler of Mysore. He treated the alliance with the French as a strategy to fight against the British rule in India. He adopted the name of citizen Tipu and planted trees of liberty and Srirangapatnam, his capital. He also took membership in the French club Jacobin. ഈ ലോകത്താകമാനം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ മൈസൂരിലെ റൂളറായിരുന്ന ടിപ്പു സുൽത്താനെയും ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടാനുള്ളൊരു സ്ട്രാറ്റജിയായിട്ട് ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ അദ്ദേഹം കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം, സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഓർമ്മക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത്, തൻ്റെ ക്യാപിറ്റലാണ് ശ്രീരംഗപട്ടണം, അവിടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. ഫ്രഞ്ചിലുണ്ടായിരുന്ന ഒരു യുവാക്കളുടെ സംഘടനയാണ് ജാക്കോബിൻ ക്ലബ്ബ് എന്ന് പറയും. അതിൽ മെമ്പറാവുകയും ചെയ്തു. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയമായിട്ട് പറയാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിക്കണം, നെപ്പോളിയൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ. The French who revolted for noble aims had to survive under the autocratic rule of Napoleon Bonaparte for a short period. മഹത്തായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുള്ള വിപ്ലവമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. ഈ ഫ്രഞ്ച് റവല്യൂഷന് കുറച്ചു കാലം നെപ്പോളിയൻ ബോണോപാർട്ടിൻ്റെ ഒരു ഓട്ടോക്രാറ്റിക് റൂളിൻ്റെ കീഴിൽ കുറച്ചു കാലം കഴിയേണ്ടി വന്നിട്ടുണ്ട്. Napoleon played a crucial role in defeating the European alliance which was formed under the leadership of Britain against France in the post-revolution period. ഈ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള യൂറോപ്യൻ സഖ്യത്തെ, യൂറോപ്യൻ അലയൻസിനെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് നെപ്പോളിയനായിരുന്നു. Napoleon played a crucial role in defeating the European alliance which was formed under the leadership of Britain against France in the post-revolution period. ഈ റവല്യൂഷന് ശേഷം ഉണ്ടല്ലോ, ഫ്രാൻസിനെതിരെ ബ്രിട്ടൻ്റെ നേതൃത്വത്തിലുള്ളൊരു സൈന്യം യൂറോപ്യൻ അലയൻസ് അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്നു. അതിനൊക്കെ കൃത്യമായ രീതിയിൽ പരാജയപ്പെടുത്തിയത് നെപ്പോളിയനായിരുന്നു. He seized the power in France in 1799. വർഷം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 1799 ഫ്രാൻസിൽ അദ്ദേഹം അധികാരം പിടിച്ചെടുക്കുകയുണ്ടായി. Though an autocrat, he instituted several reforms in France. അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള, ഒരു ഓട്ടോക്രാറ്റായിട്ടുള്ള ഒരു ഭരണാധികാരി തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരുപാട് റിഫോംസ്, ഒരുപാട് പരിഷ്കാരങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഫ്രാൻസിൽ കൊണ്ടുവരികയുണ്ടായി. Those reforms were stimulated by the ideas and aims of the French Revolution. ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഫലമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി തുടങ്ങിയ ആശയങ്ങളും ഒക്കെ ആയിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പരിഷ്കരണങ്ങൾ കൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഓട്ടോക്രാറ്റ് തന്നെയായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില റിഫോംസ് ഫ്രാൻസിന് ഗുണം ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു പ്രത്യേകം ഇവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കൂ. ഫാമേഴ്സ് വേർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. ഈ ഓരോ പോയിന്റ് നമ്മൾ പഠിക്കേണ്ടതായിട്ടോ, അത് ശ്രദ്ധിക്കണം. റിഫോംസ് ഓഫ് നെപ്പോളിയൻ ബോണോപാർട്ട് ഇൻ ഫ്രാൻസ്. ഫാമേഴ്സ് വേർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. ആദ്യകാലത്ത് എന്തായിരുന്നു, കർഷകരെങ്ങനെ ലാൻഡിൽ ജോലി ചെയ്യും, പക്ഷെ അവർക്ക് ഓണർഷിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തായിരുന്നു ഈ ക്ലർജി, ലാൻഡ് ലോഡ്സൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ ഫാമേഴ്സ് വേർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. മറ്റൊരു പോയിന്റ്, എക്സസൈസ് ദ സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. ക്ലർജിക്ക് മുകളിൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. ആദ്യം അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ക്ലർജിക്ക്, എനിക്കറിയാം. പക്ഷേ അത് കുറച്ച് നിയന്ത്രിച്ചു, കുറച്ച് അധികാരം കുറച്ചു.
മറ്റൊരു പോയിന്റ്, ഫോമിഡ് ദ സിങ്കിങ് ഫണ്ട് വിച്ച് എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. പലപ്പോഴും രാജ്യത്തിന് നമുക്കറിയാം ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് സാധാരണക്കാരായിട്ടുള്ള കോമൺ പീപ്പിളിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപീകരിച്ചു. പ്രത്യേകമായിട്ടൊരു ഫണ്ട് അദ്ദേഹം കണ്ടെത്തി. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ഒരു ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള റോഡുകൾ അവർ നിർമ്മിക്കുകയുണ്ടായി. അദ്ദേഹം നിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് റോഡ്സ് കൺസ്ട്രക്ട് ചെയ്തു. പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈ ദ എക്സിസ്റ്റിംഗ് ലോസ്. നിലവിലുള്ള ലോസൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു നിയമസംഹിത അദ്ദേഹം ഉണ്ടാക്കി. ഒരു കോഡ് ഓഫ് ലോ അദ്ദേഹം സ്വന്തമായിട്ടും ഉണ്ടാക്കി. ഓക്കെ, ഈ പരിഷ്കാരങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഫാമേഴ്സ് വെർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്, എക്സൈസൈസ്ഡ് ദ സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി, formed sinking fund with aim to avoid public debt, established Bank of France to centralize finance, constructed several roads for transportation, prepared a new code of law by codifying the existing laws. Okay. പിന്നെ നോക്കൂ, ഇൻ ഫ്രാൻസ് നാഷണലിസം സ്ട്രെങ്തൻഡ് during the reign of the നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയതമായിട്ടുള്ള ബോധം, നാഷണലിസം ശക്തിപ്പെടുകയുണ്ടായി. വൺ ബൈ വൺ he invaded the other European countries. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യൂറോപ്പും അതുപോലെ തന്നെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഓരോന്നായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെ അദ്ദേഹം ആക്രമിക്കുകയുണ്ടായി. യൂറോപ്യൻ കൺട്രീസ് ഫിയർഡ് ദാറ്റ് റിഫോംസ് ഓഫ് നെപ്പോളിയൻ വുഡ് സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ്. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആകെ പേടിയായി. കാരണം അദ്ദേഹത്തിൻ്റെ ഈ റിഫോംസ് ലോകത്ത് ആകെ വ്യാപിക്കുമോ എന്ന് അവരെല്ലാവരും ഭയപ്പെട്ടു. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, കാരണം അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്നവർ ഭയപ്പെട്ടു. ദേ ഓർഗനൈസ്ഡ് ദംസെൽഫ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിന്നു. കാരണം അവരുടെയൊക്കെ പൊതുവായിട്ടുള്ളൊരു ശത്രുവാണ് ആര്? ഈ നെപ്പോളിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നെപ്പോളിയൻ എങ്ങനെയും പരാജയപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്കൊരു എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നവർ മനസ്സിലാക്കി. നെപ്പോളിയൻ വളരെ സ്ട്രോങ് ഉള്ള ആളായിരുന്നു, നല്ലൊരു ആർമി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ദ ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് നോട്ട് നെപ്പോളിയൻ ദാറ്റ് ദേ വർ അഫ്രൈഡ് ഓഫ്. പക്ഷേ അവർ നെപ്പോളിയനെ മാത്രമല്ല കേട്ടോ ഭയപ്പെട്ടത്, അവർ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഐഡിയാസിനെയാണ് അവർ ഭയപ്പെട്ടത്. കാരണം ഫ്രഞ്ച് റവല്യൂഷൻ വളരെ വിജയകരമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോക്രാറ്റിക് റൂളിംഗ് സിസ്റ്റമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഭരണാധികാരികൾ ഭയപ്പെടുകയുണ്ടായി. നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ ദ യൂറോപ്യൻ അലയൻസ് ഇൻ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിൽ, വാട്ടർലൂ എന്നാട്ടോ ആ യുദ്ധത്തിൻ്റെ പേര്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യസൈന്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെട്ടു. നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ ദ യൂറോപ്യൻ അലയൻസ്. കാരണം യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സഖ്യം നെപ്പോളിയനെ പരാജയപ്പെടുത്തി. ആ യുദ്ധത്തിൻ്റെ പേരെന്താണ്? വാട്ടർലൂ എന്നാണ് കേട്ടോ. മാത്രമല്ല അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടു. 1850 അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്, അതായത് ലാറ്റിൻ അമേരിക്ക റെവല്യൂഷനും പിന്നെ നമുക്ക് റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. Okay, we will discuss these topics in next class. Okay, thank you.